ഇന്നലെ കത്തിയ കപ്പലിൽ പരിസ്ഥിതിക്ക് ദോഷമാകുന്ന വിഷവസ്തുക്കളുമുണ്ടെന്നാണ് വിവരം. മാരിടൈം ഓർഗനൈസേഷൻ പ്രകാരം ക്ലാസ് 6-1 വരുന്ന കീടനാശിനികൾ ഉൾപ്പെടുന്ന വസ്തുക്കളാണ് കപ്പലിലുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി KR സാജു തിരുവനന്തപുരത്ത്. സാജു, എന്തൊക്കെയാണ് കപ്പലിനകത്തുള്ളത്? കപ്പലിൽ ഏതാണ്ട് 157 കണ്ടെയ്നറുകളിലായിട്ടാണ് മാരകമായ കീടനാശിനികൾ അടക്കമുള്ള പരിസ്ഥിതിക്ക് ദോഷകരമായ വസ്തുക്കൾ ഉള്ളത്. ഇത് സംബന്ധിച്ച പൂർണ്ണ രൂപമാണ്, ഡേഞ്ചറസ് മാനിഫെസ്റ്റ് ആണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. DG ഷിപ്പിംഗ് സംസ്ഥാന സർക്കാരിന് കൈമാറിയതാണ് ഈ രേഖ. ഇത് പ്രകാരം 27 പേജിലായി ഓരോ കണ്ടെയ്നറുകളിലും എന്താണ് ഉള്ളത്, എന്തൊക്കെ രാസവസ്തുക്കളാണ്, അത് ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. തീ പിടിക്കുന്ന റെസിൻ സൊല്യൂഷൻ 1,35,672 കിലോ ഉണ്ട്. പരിസ്ഥിതിക്ക് ആഘാതം സൃഷ്ടിക്കുന്ന രാസവസ്തുക്കളായ ബെൻസോഫിനോൻ 15,719 കിലോ ഉണ്ട്. സിങ്ക് ഓക്സൈഡ് 20,340 കിലോ ഉണ്ട്. ട്രൈക്ലോറോ ബെൻസീൻ 2,08,000 കിലോ ഉണ്ട്. മീഥൈൽ ഫിനോൻ 28,826 കിലോ ഉണ്ട്. ബെൻസൈൽ ഫിനോൾ 23,680. ഈഥെയ്ൻ ഡൈ അമീൻ 3,174 കിലോഗ്രാം. കോപ്പർ ഐഡൈഡ് 2,550. മാരക വിഷാംശം അടങ്ങിയ കീടനാശിനിയായ ബൈപെർഡിലിയം 1,83,200 ലിറ്റർ ഉണ്ട്. ഈഥൈൽ ക്ലോറോഫോർമേറ്റ് 27,786 കിലോ ഉണ്ട്. ശ്വാസകോശത്തെ ഗുരുതരമായി ബാധിക്കുന്ന ക്ലോറോ അനലൈൻസ് 22,350 ലിറ്റർ ഉണ്ട്. ലിഥിയം ബാറ്ററി 167 ബോക്സുകളിലായി സൂക്ഷിച്ചിട്ടുണ്ട്. പെയിന്റിംഗ് അനുബന്ധ വസ്തുക്കളും 37,478 കിലോ ഉണ്ട്. പ്രിന്റിങ്ങിന് ഉപയോഗിക്കുന്ന ഇങ്ക് 2,20,111 കിലോ ഉണ്ട്. ഇത്തരത്തിൽ പരിസ്ഥിതിക്ക് ദോഷകരമായ നിരവധി വസ്തുക്കളാണ് ഉള്ളത്. അതിൽ 6.1 കാറ്റഗറിയിൽ ഉള്ള വസ്തുക്കൾ അടക്കം ഉൾപ്പെട്ടതാണ് ഇത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിൽ പല വസ്തുക്കളും കടലിൽ കലർന്നു കഴിഞ്ഞാൽ അത് ജലജീവികൾക്കും പരിസ്ഥിതിക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന വസ്തുക്കളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ 50ഓളം കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും ഒക്കെ കപ്പലുകൾ ഇതിന് ചുറ്റും നിന്നുകൊണ്ട് വെള്ളം അടിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. അപ്പോഴും വലിയ രീതിയിലുള്ള പുകച്ചുരുളുകൾ ഈ കപ്പലിൽ നിന്നും ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അതായത് കപ്പൽ ഇപ്പോഴും പൂർണ്ണമായും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇത്രയധികം കപ്പൽ തീ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും പൊട്ടിത്തെറികളിലേക്ക് പോയി കഴിഞ്ഞാൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതം അതീവ ഗുരുതരമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരള തീരത്തും ജാഗ്രതയുടെ സമയത്ത് തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ ജാഗ്രതാ നിർദ്ദേശം ഇതുവരെയും ഉണ്ടായിട്ടില്ല. അത് കപ്പലിൽ നിന്നുള്ള വസ്തുക്കൾ എന്തെങ്കിലും തീരത്തേക്ക് എത്തും എന്ന ഉറപ്പിക്കാൻ കഴിയുന്ന ഘട്ടത്തിൽ മാത്രമായിരിക്കും ദുരന്ത നിവാരണ അതോറിറ്റി അത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം ഔദ്യോഗികമായി നൽകുന്നത്. പക്ഷേ വിവിധ കേന്ദ്ര ഏജൻസികളും മറ്റും സൂചിപ്പിക്കുന്നത് കേരള തീരത്ത് ഈ കണ്ടെയ്നറുകൾ, വെള്ളത്തിൽ വീണ കണ്ടെയ്നറുകൾ അടിയാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ ആവില്ല എന്നുള്ളതാണ്. പക്ഷേ കേരള തീരത്തിൽ നിന്നും അത്യാവശ്യം ദൂരമുണ്ട്, സമയവും മറ്റും എടുക്കുന്നതാണ്. ഇപ്പോൾ തന്നെ കോസ്റ്റ് ഗാർഡും മറ്റും പറയുന്നത് വെള്ളത്തിൽ വീണ കപ്പലുകൾ, കടലിൽ വീണ കണ്ടെയ്നറുകൾ ഈ കപ്പലിൽ, അപകടത്തിൽപ്പെട്ട കപ്പലിന് ചുറ്റും ഒക്കെ തന്നെ പൊങ്ങിക്കിടക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതും രക്ഷാദൗത്യത്തെ ദുഷ്കരമാക്കുന്നുണ്ട്. കപ്പലുകൾക്ക് കൂടുതൽ അടുത്തേക്ക് പല ഭാഗത്തുനിന്നും ചെല്ലാൻ കഴിയുന്നില്ല രക്ഷാദൗത്യവുമായി ഉള്ള കപ്പലുകൾക്ക് എന്ന സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അറിയാം, ഏതാണ്ട് തൊട്ടടുത്തു നിന്നാണ് 2 കപ്പലുകളിൽ നിന്നും ഈ അപകടത്തിൽപ്പെട്ട തീപിടിച്ച കപ്പലിലേക്ക് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുന്നത്. കേരള തീരത്ത് തീപിടിച്ച കപ്പലിൽ ഗുരുതര സ്വഭാവമുള്ള രാസവസ്തുക്കളുള്ള കണ്ടെയ്നറുകൾ ഉണ്ട് എന്നാണ്. അവ കടലിൽ പതിക്കുമോ എന്ന വലിയ ആശങ്ക അവിടെ നിലനിൽക്കുന്നു. കാരണം കപ്പലിലെ തീ അണയ്ക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട്. കോഴിക്കോട് കൊടുവള്ളി CK